ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു കൊളുക്കുമലയെക്കുറിച്ചാണ്. കൊളുക്കുമല ശരിക്കും നിങ്ങൾക്കറിയുമോ? കൊളുക്കുമല തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് കൊളുക്കുമലയുള്ളത്. പക്ഷേ ഈ കൊളുക്കുമലയിൽ എത്തിച്ചേരണമെങ്കിൽ കേരളത്തിലൂടെ സഞ്ചരിച്ചിട്ട് വേണം എത്താൻ. ഈ കൊളുക്കുമലയെക്കുറിച്ച് നമ്മൾ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയത് ദുൽഖർ സൽമാൻ്റെ ചാർലി എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ്. മീശപ്പുലിമലയും കൊളുക്കുമലയൊക്കെ ആ ചിത്രത്തിൽ കാണിക്കുന്നു. അത്ര മനോഹരമായ ആ സ്ഥലങ്ങൾ കാണാൻ ഇപ്പം നിരവധി വിനോദസഞ്ചാരികളാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് മൂന്നാറിൽ നിന്നും 32 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാമ്പാരഡൈസിൽ നിന്നും 67 കിലോമീറ്റർ യാത്ര ചെയ്താലും നമുക്ക് സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലത്തെത്താം. അവിടുന്ന് ജീപ്പിലാണ് യാത്ര ചെയ്യുന്നത്. ഓഫ് റോഡാണ്. ആ യാത്ര തന്നെ ഒരു അനുഭവമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഒരു 6 കിലോമീറ്റർ ദൂരത്തിൽ ഒരു 3/4 മണിക്കൂറുള്ള യാത്രയിൽ നമ്മൾ ചെന്നെത്തുന്ന ഡ്രോ പോയിന്റിൽ നിന്നും നമ്മൾ ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ ഈ സൺറൈസ് വ്യൂ പോയിന്റിലൊക്കെ എത്തിച്ചേരുന്നത്. ഏറ്റവും കൂടുതൽ ഈ കൊളുക്കുമല പ്രശസ്തമായിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടീ പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്ന കൊളുക്കുമലയിലാണ്. അതുപോലെ തന്നെ അവിടുത്തെ പരമ്പരാഗതമായ ആ തേയില നിർമ്മാണം അതൊക്കെ നമുക്ക് നേരിട്ട് കാണുവാനും ഒക്കെ അവസരമുണ്ട്. ഇതിനെല്ലാം അപ്പുറമാണ് അവിടുത്തെ സൺറൈസ്, ഹെവൻലി സൺറൈസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മഞ്ഞുമേഘങ്ങൾ ഒരു മെത്ത പോലെ കിടക്കുന്നു. അതിക്കും മുകളിൽ നമ്മൾ നിന്നുകൊണ്ടാണ് സൂര്യൻ മേഘവാളികൾക്കിടയിലൂടെ ഉദിച്ചുയർന്നു വരുന്നത് നമ്മൾ കാണുന്നു. ഈ മേഘങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ചില പർവ്വതങ്ങളുടെ മുകൾ ഭാഗമൊക്കെ നമുക്ക് അവിടെ ദർശിക്കാം. അത്ര മനോഹരമായ ആ ഒരു സ്ഥലം, അവിടുത്തെ കാലാവസ്ഥ, ഏതൊരു സഞ്ചാരിയും മൂന്നാറും ഇടുക്കിയുമൊക്കെ കാണാൻ വരുന്നവർ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൊളുക്കുമല. ഇതുവരെ നിങ്ങൾ പോയിട്ടില്ല, നിങ്ങൾ പോകണം. ശരിക്കും അവിടെ ഒരു 4 മണിക്ക് സൂര്യനെല്ലിയിലെത്തിയാൽ, വെളുപ്പിന് 4 മണിക്ക് സൂര്യനെല്ലിയിലെത്തിയാലാണ് അങ്ങോട്ട് ജീപ്പ് സൗകര്യമുള്ളത്. അപ്പോൾ അങ്ങനെ പോയിട്ട് നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി നമുക്ക് സൺറൈസൊക്കെ കണ്ട് തിരിച്ചു പോരാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ കൊളുക്കുമലയിലേക്ക്